അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. മലയോരം തൂത്തുവാരുമെന്ന് UDF, ചരിത്രം തിരുത്തുമെന്ന് LDF. ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആത്മവിശ്വാസവുമായി മുന്നണികൾ. LDF ദുർഭരണത്തിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും ശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് UDF നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. കാളികാവ് ബ്ലോക്കിന് കീഴിലെ 7 പഞ്ചായത്തുകളിലും UDF ആധിപത്യം നിലനിർത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് പറഞ്ഞു. ഇന്നലെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിലവിൽ 7 പഞ്ചായത്തുകളാണ് ഉള്ളത്. എടപ്പറ്റ, തൂര്, കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട്, അമരമ്പലം, കരളായി പഞ്ചായത്തുകൾ. ഇതിൽ നിലവില് അമരമ്പലം പഞ്ചായത്തും കരുവാരക്കുണ്ട് പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. ബാക്കി പഞ്ചായത്തുകൾ മുഴുവൻ ഭരിക്കുന്നത് UDF ആണ്. പക്ഷെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ 7 പഞ്ചായത്തും UDFന്റെ ഭരണസമിതികള് അധികാരത്തിൽ വരും എന്ന 100% വിശ്വാസത്തിലാണ് ഞങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപക്ഷെ ഇപ്രാവശ്യം പ്രതിപക്ഷം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. 16-ൽ 16 ഡിവിഷനും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ പഞ്ചായത്തിലും വലിയ ഞങ്ങൾ ഭരണത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ UDFന്റെ ഭരണസമിതികള് അധികാരത്തിൽ വരും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകള് യാതൊരു സംശയമല്ല, എല്ലാവരും 10,000-നും 15,000-നും ഒക്കെ ഭൂരിപക്ഷത്തിന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിക്കും. എന്തുതന്നെയാണെങ്കിലും നല്ല ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലത്തെ LDF ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കാളികാവ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടം വോട്ടായി മാറുമെന്നാണ് CPM കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാളികാവ് ബ്ലോക്കിന് കീഴിലെ 7 പഞ്ചായത്തുകളിലും വൻ മുന്നേറ്റം നേടുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. കാളികാവ് പഞ്ചായത്തിലെ അഴിമതി ഭരണം ജനങ്ങൾ തൂത്തെറിയുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി K. രാമചന്ദ്രൻ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാളികാവിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയ പ്രതീക്ഷയിലാണ്. ഒന്ന്, സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രചരണം ആ രംഗത്താണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കുത്തക ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അസ്വരസ്യങ്ങളെ അതിന് ഇടതുപക്ഷത്തിന് വലിയ വിജയമാക്കി തീർക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായ പ്രചരണ പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള ആ കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. മുൻപ് കിട്ടിയിരുന്നതിലേറെ സീറ്റുകളും അതുപോലെ തന്നെ വാർഡുകളും കിട്ടും. ഒരു പക്ഷേ പഞ്ചായത്തിന്റെ ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു വിശ്വാസം പാർട്ടി എന്നതിൽ നിലനിൽക്കുന്നുണ്ട്. അത് അറിയിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജില്ലയുടെയും ബ്ലോക്കിന്റെയും ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് കാളികാവിൽ 2 ഡിവിഷനാണ് വന്നത്. ആ 2 ഡിവിഷനിലും വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു. ആ 2 സ്ഥാനാർത്ഥികളും വലിയ മികവ് പുലർത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. പാർട്ടി ചിഹ്നത്തിലാണ് 2 സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുള്ളത്. ഇടതു വലതു മുന്നണികളുടെ അവകാശവാദങ്ങൾ സാധാരണക്കാർക്കിടയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും സാധാരണക്കാർക്കിടയിൽ ചർച്ചയായിട്ടില്ല. സംസ്ഥാന സർക്കാർ വികസന നേട്ടങ്ങളും ഭരണ തുടർച്ചയും അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിലക്കയറ്റമാണ് ജനങ്ങളെ ഏറെ ബാധിച്ചിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തായാലും UDF വമ്പിച്ച ഭൂരിപക്ഷം നേടും. അതിനൊരു കാരണം UDFൽ ഐക്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലീഗ്, കോൺഗ്രസ് ഒക്കെ മുന്നണികൾ ഇപ്പൊ കരുവാരക്കുണ്ട്, തൂര്, കാളികാവിലൊക്കെ ഒറ്റക്കെട്ടായാണ് ഈ ഇലക്ഷൻ നേരിട്ടുള്ളത്. അതിന്റെ നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് ഇവിടെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഭരണവിരുദ്ധ തരംഗം നല്ലോണം ഉണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ വിലക്കയറ്റം ഇത്തരം കാര്യങ്ങൾ നല്ലോണം ഉണ്ട്.
ഈ വിഷയങ്ങളൊക്കെ ബാധിക്കണുണ്ടല്ലോ. അതിന്റെ ഒക്കെ കാരണത്താൽ തന്നെ UDF നല്ല മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. പിന്നെ കാളികാവിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു 16 സീറ്റിൽ UDF-ഉം ഒരു 6 സീറ്റിൽ LDF-ഉം വരാനാണ് എന്റെ നിരീക്ഷണത്തിൽ സാധ്യത. മലയോര മേഖലയിലും പ്രാതിനിധ്യം വളരെ കൃത്യമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പല ബോളിംഗ് ബൂത്തുകളിലോ രാവിലെ മുതൽ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ വന്നു. പിന്നെ പരാതി വരുന്ന പല പുതിയ കുട്ടികൾക്കൊക്കെ അവർക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ല, വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊരു സങ്കടമായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. വിജയം എന്ന് പറയുന്ന അതിലൊക്കെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന കാര്യമല്ല. വിജയം എന്ന് പറഞ്ഞ പ്രയത്നിച്ചവർക്ക് കിട്ടും. നല്ല മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ആരാണോ അവർക്ക് ഉറപ്പായിട്ട് സപ്പോർട്ട് ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. നല്ല പ്രവൃത്തി ആര് ചെയ്യണം അവർക്ക് എപ്പോഴും സപ്പോർട്ട് വേണം. വളരെ വിജയകരമായിട്ട് പോകണം എന്നാണ് എന്റെ അഭിപ്രായം പറയാനുള്ളത്. വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. Safa Jewelry now. Safa Golden Diamonds. Different by design.